വീട്ടിലിങ്ങനെ ചുമ്മാ ബോറടിച്ചിരിക്കുമ്പോൾ ഒരു സൺഡേ ആണ്, എവിടെയെങ്കിലും ഒന്ന് പോയാലോ എന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചൊരു സ്ഥലമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കറങ്ങാൻ അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ കാറും എടുത്ത് ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ ഈ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഈ സ്ഥലങ്ങൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. നല്ല രസമില്ലേ? ഇത് കാലിഫോർണിയ പ്ലസൻറ്റൺ കഴിഞ്ഞ് പോകുന്ന ഒരു ഭാഗമാണ്. ഇവിടെ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു സ്ഥലമാണ് നമ്മൾ കണ്ടെത്തിയത്. പോണ വഴിക്ക് ജസ്റ്റ് ഒന്ന് കണ്ടെത്തിയാണ്. അപ്പോൾ അത് ഏത് സ്ഥലമാണെന്ന് ചോദിച്ചാൽ നമുക്കിത് കാണുമ്പോൾ അറിയാൻ പറ്റും. ആക്ച്വലി ഇതിൻ്റെ ബ്യൂട്ടി കൊണ്ട് തന്നെ മോസ്റ്റ്ലി ഇവിടെ വന്നതിന് ശേഷം നമുക്കറിയാൻ പറ്റിയത് ഇത് ഫിഷിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ്. നമുക്ക് ചൂണ്ടയൊക്കെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നല്ല നല്ല ഫിഷസിനെ നമുക്ക് ഇവിടെ നിന്ന് ക്യാച്ച് ചെയ്യാം. പിന്നെ നമ്മൾ ജസ്റ്റ് വിസിറ്റിനാണ് വന്നത്, നമ്മൾ നോൺ വെജൊന്നും കഴിക്കത്തില്ല. സോ ജസ്റ്റ് വിസിറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ്. അല്ലെങ്കിൽ ആസ് എ ഹോബി, ഫിഷിംഗ് ഒരു ഹോബി ആയിട്ടുള്ളവർക്ക് ഇത് ചെയ്യാവുന്നതാണ്. നമുക്ക് അങ്ങനെ ഒരു ജീവിയെ പിടിച്ച് കൊല്ലണം എന്നൊന്നും ആഗ്രഹമില്ല. പക്ഷേ കഴിക്കുന്നവരോട് വിരോധമൊന്നുമില്ല. ഹോബിയായിട്ട് വെക്കുന്നവർ ഒരുപാടുണ്ട്. നമ്മൾ കഴിക്കത്തില്ല, അത്രയേ ഉള്ളൂ. അതാണ് മറീന റിക്രിയേഷൻ ഏരിയ. ആ സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. മറീന $6 ആയിരുന്നു നമുക്കവിടെ പേ ചെയ്യേണ്ടി വന്നത്. ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കിയപ്പോഴാണ് സംതിങ് ഉണ്ട് അതിൻ്റെ പുറത്തോ അതിൻ്റെ സൈഡിലോ എന്തൊക്കെയോ ഉണ്ട്. വെറുതെ ഈ മരം കാണിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായിരിക്കും? കണ്ടോ കണ്ടോ അവിടെ ഒരു ജീവി ഇരിക്കുന്നുണ്ട്. കണ്ടോ, ഒരു ആനിമൽ. അതെന്താണെന്ന് അറിയില്ല, പക്ഷെ അവിടെ ഒരു ആനിമൽ ഇരിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഫോക്കസ് ചെയ്തതെന്ന് തോന്നുന്നു. ഇതാ അത് ഇറങ്ങി ഇങ്ങോട്ട് മേളിലോട്ട് പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും. കണ്ടോ ഒരു ആനിമൽ അവിടെ ഇരിക്കുന്നത്. ആ മരത്തിലും ഉണ്ടായിരുന്നു, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. അതൊന്ന് കണ്ടോ അവിടെ ഒരു ആനിമലുണ്ട്. ആനിമൽ ക്രോസ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും. കണ്ടോ ഇതിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മേളിൽ നിന്ന് ആ മലമുകളിൽ നിന്നൊക്കെ താഴോട്ടിറങ്ങി വരുന്നതായിരിക്കും. ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അവിടെ. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ അവിടെ കുറച്ച് നേരം അതിൻ്റെ സീനിക് ബ്യൂട്ടിയൊക്കെ കാണാനും ഫോട്ടോഗ്രാഫിക്കും ഒക്കെ പറ്റിയ സ്ഥലമാണ്. ഞാൻ ഇതിൻ്റെ തന്നെ 1-2 ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അതിലിട്ടിട്ടുണ്ട്. കണ്ടോ, നല്ല രസമുള്ള ഒരു ആംബിയൻസ്, നല്ല രസമുണ്ട്. നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാനും പാട്ടിൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ ആ ഒരു ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഞാനതുകൊണ്ട് പുള്ളിയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ പുതിയൊരു വ്ളോഗർ ആയതുകൊണ്ട് ചെറിയ അബദ്ധങ്ങൾ ഇതൊക്കെ സംഭവിക്കാം. ദയവ് ചെയ്ത് ക്ഷമിക്കുക. നല്ല രസമുണ്ടല്ലേ. പുള്ളി അവിടുത്തെ ഫോട്ടോഗ്രാഫിയൊക്കെ എടുക്കുകയാണ്. നല്ല രസമുണ്ട്. ആ ഒരു പരിസരമൊക്കെ കാണാനായിട്ട് നല്ല മനോഹരം. കുറച്ച് നേരം നിങ്ങൾ സഹിക്കാതിന് ഞാൻ പിന്നെ പുള്ളിയെടുത്ത് പറയുന്നുണ്ട് അതിൻ്റെ മുകളിലോട്ടൊന്ന് കയറി നോക്കാൻ. നല്ല രസമുണ്ട്. നമ്മുടെ കാറിൻ്റെ മുകളിൽ ഇത് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് മുകളിലോട്ടൊക്കെ കയറി നിൽക്കാം. നമുക്ക് സിനിമയിലൊക്കെ കാണില്ലേ, അതിൻ്റെ ഇടവഴിയൊക്കെ കയറി പോകാൻ പറ്റുന്ന തരത്തിൽ ആ ഒരു പോസാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ എന്തുമാത്രം എങ്ങനെയാകും നമുക്കറിയില്ല. നോക്കാം, പറ്റുന്നുണ്ടോ നോക്കാം. എനിക്ക് ഓർമ്മയില്ല കയറി നിന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും. ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു സ്ഥലം എവിടെയാണ്, ഇവിടോട്ട് തന്നെ വരാനുള്ളൊരു പ്ലാനിലൊന്നും അല്ലായിരുന്നു ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ വരുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോൾ നമ്മൾ കയറിയതാണ്. ജസ്റ്റ് ഒരു 1 ഡേ ഒരു ഹാഫ് ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ആംബിയൻസ് ഉള്ള നല്ലൊരു സ്ഥലമാണിത്. ഫിഷിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക്
തീർച്ചയായിട്ടും വന്ന് ചെയ്യാൻ പറ്റുന്ന സ്ഥലവുമാണ്. പിന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ പാമ്പുകളൊക്കെ ഉണ്ട്, സൂക്ഷിച്ചോ എന്നുള്ളൊരു ബോർഡൊക്കെ അവർ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം നമ്മൾ പോകാനായിട്ട്. ഞാൻ ഒരു ഷോട്ട് എടുക്കാനുള്ള പ്ലാനാണ്. കണ്ടോ, ഈ ഒരു ഷോട്ട് നിങ്ങൾക്ക് എൻ്റെ ഷോർട്സിൽ കാണുമെന്ന് തോന്നുന്നു. അതിനുശേഷം ഞങ്ങളൊരു ഹോട്ടലിൽ വന്നു. അവിടെ നിന്നൊരു ഫുഡ് കുറേ നാളിന് ശേഷമായിരുന്നു, ഒരു സൺഡേ ആയതുകൊണ്ടൊരു ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. പുള്ളിക്ക് എൻ്റെ കമ്മൽ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ കമ്മലിൻ്റെ ക്ലോസപ്പ് എടുക്കുകയാണ് ഞങ്ങൾ. നല്ല രസമല്ലേ, വലിയ വിലയുള്ള കമ്മലൊന്നും ആണോ അറിയില്ല, ഓർമ്മയില്ല. പിന്നെ പനീറിൻ്റെ ഒരു കറി വന്നു. ഇത് നമ്മൾ പോയത് ചാറ്റ്ബറൻ ഡബ്ലിനിലാണ്. നല്ല രസമുണ്ട്. നമുക്ക് ഇത്രയൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ കുറച്ച് 1-2 പീസ് കഴിച്ചിട്ട് ബാക്കി നമ്മൾ പാഴ്സലാക്കി കൊണ്ടുപോയത്. അതുപോലെ തന്നെ നമ്മൾ ലഞ്ചാണിത്. ഇതിൽ 3 അവശേഷിക്കുന്നത്, ബാക്കി നമ്മൾ പാഴ്സൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബട്ടൂറ, നല്ലൊരു ബട്ടൂറ, ഇങ്ങനെ കുറേ സംഭവം ഞങ്ങൾ കഴിച്ചു. താലിയാണ്, താലി അതിലെല്ലാം ഉൾപ്പെടും. നല്ല രസമുണ്ടായിരുന്നു അത് കഴിക്കാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ് vlogs from Vandana Murali. Thank you. Bye. Take care. See you on the next video.